നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ WPC അഡ്വഞ്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് നമുക്ക് ഉപകാരപ്പെടുന്ന ഈ കപ്പികളും പുള്ളികളും ഫാളറസ്റ്റും വെച്ചിട്ട് ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഫാളറസ്റ്റ് ഉണ്ട്, പിന്നെ അതേമാതിരി സിംഗിൾ പുള്ളി ഉണ്ട്, ഡബിൾ പുള്ളി ഉണ്ട്, നമ്മുടെ ക്രാബിന് റൂക്ക്, ടൈ റോപ്പ്, അങ്ങനെ എല്ലാം കൂടെ വെച്ചിട്ട് നമുക്കിന്ന് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും ഈ പുള്ളികൾ എങ്ങനെയൊക്കെയാണ് കറക്റ്റ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് ചില ആൾക്കാർക്ക് അറിയാം, കൂടുതൽ ആൾക്കാർക്ക് അറിയാം. പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. നമ്മൾ ഈ പുള്ളികൾ പ്രോപ്പറായിട്ട് ഉപയോഗിച്ചാൽ നമ്മുടെ വർക്കിന് ഒരുപാട് ലാഭമാണ്. ഇപ്പോഴും പലതരം ടൈപ്പിന് കെട്ടിയിട്ടും മറ്റേ ഓരോ ടൈപ്പ് ഇതിലാണ് ഇപ്പോഴും ചെയ്യുന്നത്. പക്ഷേ നമ്മളിങ്ങനത്തെ പുള്ളികൾ ഉപയോഗിച്ചിട്ടാണെന്ന് വെച്ചാൽ ഒരുപാട് മാൻ പവർ കുറയും, നമുക്ക് വലിച്ച് പൊന്തിക്കാനും പിടിക്കാനൊക്കെ ഏറ്റവും ഇതാണ്. അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു വീഡിയോ ആണ്, അതൊന്ന് കണ്ടു നോക്കാം. കമ്പനിയിൽ തന്നെയുള്ള എല്ലാവർക്കും തോന്നിയത് ഈ മരത്തിൻ്റെ തൊട്ടടുത്തുനിന്ന് അതൊരു സാമ്പിളായിട്ട് കാണിക്കുകയാണ്. അതായത് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി മാത്രം ഇത് നമ്മൾ സാമ്പിളായിട്ട് കാണിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതേമാതിരി നമ്മൾ ചെറിയ ഒരു പാറ കാണാൻ വെച്ചാൽ നമ്മൾ ഇതേമാതിരി ഇതിൽ കെട്ടണം. അവിടെ മെയിൻ റോപ്പ് ഇതിൽ കിട്ടുക. ജസ്റ്റ് ഇതിലങ്ങനെ കളക്ട് അതിനെ കോർത്തിടാം. അപ്പൊ ഇതല്ല, അത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ തിരിച്ചിങ്ങോട്ടൊക്കെ വലിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് വേണം. ഈ കയറമ്മനെ കടന്നു കഴിഞ്ഞാൽ അത് തിരിച്ച് വെച്ചെടുക്കാൻ തോന്നും. ഓക്കെ, കെട്ടായിരുന്നു. അതിപ്പോൾ ഉറപ്പായി അവിടെ. റോപ്പിട്ടിട്ട് ഓക്കെ. അപ്പം ഇതേമാതിരി ആയി. ഇതിപ്പോൾ നമ്മൾ ആ കൊമ്പുമ്മ നിന്ന് ഒരു വള്ളി ഇങ്ങനെ നമ്മൾ കയറ് വലിച്ചിട്ട് ഇതിലേക്ക് കൊടുത്തു. ഓക്കെ ഓക്കെ. ഇതിപ്പോ നമ്മള് വലിക്കണ മരത്തിൽ കയറെറിഞ്ഞ് കയറ് എറിഞ്ഞു വളർത്തി ഉറപ്പാക്കി അത് നേരെ ഇവിടെ കൊടുത്തിട്ട് നമ്മള് ലോക്കാക്കി. ഇതിപ്പോ എന്താന്ന് വെച്ചാൽ ഒരു സിംഗിൾ കപ്പി കൊണ്ട് സിംഗിൾ പുള്ളി 2 ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് വലിക്കുന്നതിനുള്ള വീഡിയോ ആണ്. സിംഗിൾ പുള്ളി എങ്ങനെയാണ് നേരങ്ങത്തിൽ ഉപയോഗിക്കുക. അപ്പൊ ഇതിങ്ങനെ ഉപയോഗിച്ചു. പിന്നെ നമ്മള് നമ്മുടെ ഫാളറസ്റ്റ് എടുത്തു. ഫാളറസ്റ്റും പിന്നെ അതേമാതിരി നമ്മുടെ ടൈർ റോപ്പും കൊണ്ടും പറ്റും. പക്ഷെ ഫാളറസ്റ്റ് എന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ഊരാനും ഇടാനും പെട്ടെന്ന് പറ്റും. ടൈർ റോപ്പ് ആകുമ്പോൾ കെട്ടണമെങ്കിൽ കുറച്ച് ടൈം വെക്കും. നമുക്ക് എത്ര ലോങ് ആവുന്നുണ്ട് ആ ലോങ്ങിൽ കൊണ്ടുപോകണു. ഫാളറസ്റ്റ് നമ്മൾ ഇടണു. ഓക്കെ, ലോക്കാക്കി. ഈ ഫാളറസ്റ്റിന്റെ വീഡിയോ നമ്മൾ മുമ്പേ ചെയ്തിട്ടുണ്ടെന്നോ? ഫാളറസ്റ്റ് എങ്ങനെ ഉപയോഗിക്കാം? ഫാളറസ്റ്റ് സിമ്പിൾ ആണ്, എല്ലാവർക്കും അറിയുന്നത്. ഇത് ഓപ്പൺ ആക്കാൻ, ഒരു കയറിൽ തന്നെ ഓപ്പൺ ആക്കാനും ഇടാനും പറ്റുന്ന ഇത് തിരിച്ച് അത് ലോക്കാവും. മേലേക്ക് നമുക്ക് കയറി പോവാം. മേലേക്ക് കയറി പോവും, താഴത്തേക്ക് ലോക്കാവും. അതാണ്. അപ്പൊ നമുക്ക് വേണ്ട എത്ര വേണ്ടിച്ചാൽ ലോങ്ങിൽ നമ്മൾ ഇടുന്നു. അതേപോലെ അഴിച്ചിടേണ്ട സാധനമൊക്കെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും. അപ്പൊ ഇതേമാതിരി നമ്മൾ ഫാളറസ്റ്റ് ഇടുക. ഫാളറസ്റ്റ് ഇട്ട് നമ്മുടെ ഈ സെക്കൻഡ് റോപ്പ്, ഈ 2ാം റോപ്പ് ഉണ്ടല്ലോ, ഈ റോപ്പ് നമ്മൾ പുള്ളിയിൽ ഇടുക. നമ്മൾ പുള്ളിയിലിട്ടിട്ട് പുള്ളി നമ്മൾ ഫാളറസ്റ്റിന്റെ ക്രാബിനുക്കിൽ വളർത്തി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ലാസ്റ്റ് ഈ പുള്ളിയോട് പണി കഴിഞ്ഞു. ഇനി എന്താ വെച്ചാൽ നമ്മൾ ഈ സാധനം പിടിച്ചിട്ട് ഇത് പിടിച്ചിട്ട് അണു വലിക്കുക. ആണോ ഫസ്റ്റ് ആള് വലിച്ചു കഴിഞ്ഞാൽ തന്നെ ആ മരം ആണോ. അത് ശരി. ആണ് ഈ ഇതിന്റെ ഒരു ഗുണം. നമുക്ക് ഒരാൾ നിന്ന് വലിച്ചാൽ തന്നെ ഒരു മര്യാദ. ഞാനൊന്ന് വലിച്ചോട്ടെ. മരം വരുന്നുണ്ട്.
അതാണ് ഇതുകൊണ്ട് ഇപ്പൊ എന്താ കുറെ ആൾക്കാർക്ക് ഈ സിംഗിൾ പുള്ളി 2 സിംഗിൾ പുള്ളി വെച്ചിട്ട് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് അറിയുന്നില്ല. അപ്പൊ അത് നമുക്ക് അറിയാത്തവർക്ക് മാത്രം അറിയാൻ വേണ്ടിയിട്ടുള്ളവര് ഇത് പെട്ടെന്ന് നമുക്ക് ഊരിയെടുക്കുകയും ചെയ്യാം. അപ്പൊ അതാ ഇതിന്റെ ഇത് കഴിഞ്ഞു. നമ്മളിതാ അങ്ങനെ പെട്ടെന്ന് ഊരിയെടുക്കാം. നമുക്ക് ഡബിൾ പുള്ളി സിംഗിൾ പുള്ളി ഒരു ഡബിൾ പുള്ളി ഒരു സിംഗിൾ പുള്ളി ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഇതാക്കേണ്ടത്. ഇതാണ് ഇപ്പോൾ ഡബിൾ പുള്ളി വെയിറ്റ്ലെസ് ആയിട്ടുള്ള കപ്പയാണ്. കാരണം അത് ആകെ വരുന്നത് 100 ഗ്രാം 150 ഗ്രാമൊക്കെ വെയിറ്റ്. 5 ടൺ കപ്പാസിറ്റി. അപ്പൊ നമ്മള് ഇത് ഈ ഇവിടുത്തെ സിംഗിൾ മാറ്റി ഡബിൾ ആക്കി കഴിഞ്ഞാൽ എങ്ങനെ ഉപയോഗിക്കാൻ നോക്കാം. ഇതേമാതിരി ഒറ്റ ഒന്നിലിടാം. ഒരെണ്ണത്തിലിട്ടിട്ട് ഒന്നിലിട്ടു, ഒരെണ്ണത്തിലിട്ടിട്ട് നമ്മൾ ജസ്റ്റ് അതിനകത്ത് കുളത്തില്ല. ഇനി നമ്മൾ നമ്മുടെ പാളറസ്റ്റ് നേരെ വേണ്ടടുത്ത് ഓക്കെ സെയിം ലെവൽ തന്നെ സെയിം ലെവലിൽ നമ്മുടെ പുള്ളി റോപ്പ് എടുക്കണം. നേരത്തെ സിംഗിൾ രണ്ട് സിംഗിൾ പകരം ഒരു ഡബിൾ പുള്ളി വെച്ചു. ഒരു ഡബിൾ പുള്ളി വെച്ചു. ഓക്കെ, അത് നമ്മള് നേരെ കുളത്തണം. ഓക്കെ, അപ്പൊ പഴയ മാതിരി തന്നെ ഇപ്പൊ ഒരു സിംഗിള് ഇപ്പൊ അവിടെ ഡബിള് ഇവിടെ സിംഗിളായി. ഇനി ഈ തല ഉണ്ടല്ലോ, ഇത് നമ്മള് ഈ തല നമ്മള് വീണ്ടും ഇതിൽ കൂടെ തന്നെ ഇടുന്നു. അപ്പൊ 3 ലൈനായി. ഇനി നമ്മള് ഇതിന് ഊരണം. മൂന്നിനും പാടെ കുളത്തുറന്നു. ഒന്നും പിടി. ഇത് ആദ്യം ഇട്ടത് ഊരിയിട്ട് വേണം ഇതിന്. അതല്ല, അത് പെട്ടെന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് മൂന്നിനും പാടെ പിന്നെ ഇങ്ങനെ പോയി മൂന്നാമത്തെ ലൈനിൽ അടുത്ത ലൈനിലേക്ക് വന്നു. ഇനി നമുക്ക് ഇതുണ്ടോ ഇവിടെ വന്നിട്ട് ഇങ്ങനെ വിളിക്കാം. അപ്പൊ ഇതിന് ഇപ്പൊ നമ്മളെവിടെ കെട്ടിന്ന് വെച്ചാൽ കെട്ടി കൊടുത്ത അതിലോട് ഇപ്പൊ ഇപ്പുറത്തെ അതിലോട് നമ്മളിപ്പോ അവിടെ ഉള്ള മരം ഇങ്ങനെയാണ് പഠിച്ചിരുന്നത്. അത് ഇവിടുന്ന് ഇങ്ങോട്ടാണ് ഇവിടുന്ന് അപ്പൊ അതേമാതിരി പിടിച്ചാ ഒരു മാതിരി ഏത് മരവും ഒരു ഹെവി ആയിട്ടുള്ള മരമാണത്. അതിനെ നമുക്ക് ഞാനൊന്ന് വലിച്ചു വിട്ടെന്ന്. ചെറിയൊരു ഇളക്കാത്ത മരമാണത് ശരിക്കും. അത് കൊള്ളാം. അപ്പൊ ഇതൊക്കെയാണ് ഇതുകൊണ്ടുള്ളൊരു ഗുണം. ഈ ഇതേ ലെവലിൽ തന്നെ 2 ഡബിളും ഇടാം. ഏത് ഇവിടെ ഒരു ഡബിളും അവിടെ ഡബിളും ഇടാം. അപ്പൊ 4 പുള്ളിയായി. ഇതിപ്പോ ഒന്നും കൂടി കോർത്തിട്ട് വരും. ഡബിൾ പുള്ളിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കോർത്തിട്ട് അപ്പൊ ഇതിന്റെയും പകുതി പവർ മതി തോന്നുന്നു. ഇതിന്റെ പകുതി മതി. ഇതിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അങ്ങനെ ഇട്ട് വരുമ്പോ ഏകദേശം 4 ലെയർ. ഇതിപ്പോ 3 ലെയർ ആണ്. 1 2 3 ലെയർ ആവില്ല, 4 ലെയർ ആവും. ഇത് ഞങ്ങള് ഈ ടവറിന്റെ പണിക്കൊക്കെ പോകുമ്പോ അതിന് ലെഫ്റ്റ് വലിക്കാന്നൊക്കെ പറയും. ലെഫ്റ്റ് വലിക്കുക.
ലെഫ്റ്റ് അടിക്കാം. എനിക്ക് തോന്നുന്നു 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലോട്ട് പാഠപുസ്തകത്തിൽ നമുക്ക് കപ്പിനെ കുറിച്ച് പഠിക്കാനുണ്ട്. പക്ഷെ അന്ന് ഈ സാധനം ഇങ്ങനെ കണ്ട് പിക്ചർ കണ്ടു എന്നല്ലാണ്ട് ഇത് എന്താണെന്നറിയില്ല. ഇപ്പോഴാണ് ഇതുകൊണ്ടുള്ള ഉപയോഗം മനസ്സിലായത്. ഇതിപ്പോ ഇത് മരം മുറിക്കുന്ന ആൾക്കാർക്ക് മാത്രമല്ല, പല ആൾക്കാർക്കും എല്ലാ ആൾക്കാരും വീട്ടിൽ എന്തെങ്കിലും സാധനമൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ആൾക്കാർ അധികം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാവുന്ന സാധനങ്ങൾ. ഇങ്ങനത്തെ 2 കപ്പി, ഇത് കുറച്ച് നല്ല ക്വാളിറ്റി കപ്പിയാണ് അല്ലേ? ഈ പാളറസ്റ്റും കൊണ്ട് നമുക്ക് ഇങ്ങനെയുണ്ട് ഗുണങ്ങൾ പറയാം. വെറും പാളറസ്റ്റ് ശരിക്കും എന്താന്ന് വെച്ചാൽ ഒരാള് കയറി പോകുമ്പോ അഥവാ ബൈ ചാൻസിന് സ്ലിപ്പായി വീണ ഓട്ടോമാറ്റിക്കലി ലോക്കാവാറാണ്. പക്ഷെ ഇതേമാതിരിയുള്ള ഈ ഇങ്ങനത്തെ ഉപയോഗങ്ങൾക്ക് ഈ പാളറസ്റ്റ് നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റും. ഇതിപ്പോ എന്താ രാജേട്ടാ, ഇത് പെട്ടെന്ന് ഇപ്പൊ ഇത് വലിയ അനക്കൊന്നും നമ്മൾ പറയുന്നല്ലോ, ഇത് വർഷങ്ങളായിട്ട് വെട്ടിയിട്ട് കുറ്റിയായിട്ട് നിൽക്കുന്ന അടി നല്ല കുറച്ചും കൂടി പവറാണ്. അങ്ങനെ പെട്ടെന്ന് വളയില്ല. എന്നാലും ഞാനത് ഒരു പതുക്കെ വലിച്ചപ്പോ തന്നെ സാധനം പിന്നെ അതല്ല, ഇതിപ്പോ വളച്ച് കാണിച്ചു കൊടുക്കാന്നുള്ളതല്ലേ, ഈ ഇതിന്റെ ടെക്നിക്സ് കൊടുക്കാന്നുള്ളതാണ് നന്നായിരുന്നു. അപ്പൊ ഇതുകൊണ്ടുള്ള ഈ ട്രിക്കുകൾ നമുക്കിപ്പോ ഉള്ള നമ്മുടെ ഒരു പരിധി വെച്ചിട്ടുള്ള നമ്മുടെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ള ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന ഒരു വിളിക്കുക. ഇത് ലെങ്ത് കൂടുന്തോറും നമുക്ക് ഇതിന്റെ പവർ കൂടി കിട്ടും. ഈ പാളറസ്റ്റ്, പുള്ളി, നമ്മുടെ ഈ റോപ്പുകള് ഇപ്പൊ ഏത് റോപ്പിലും ചെയ്യാട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ഈ ഫാളറസ്റ്റ് അന്ന് ഒരു വീഡിയോയിൽ എന്താ പറഞ്ഞിട്ടുണ്ട്, നമ്മള് വെറുതെ മരം കയറുമ്പോ അത് ഉപയോഗിക്കണം എന്നല്ല, സേഫ്റ്റി മസ്റ്റാണ്. പലരും കോൺഫിഡന്റിലാണ് മരം കയറുന്നത്, പക്ഷെ ഈ നമ്മളറിയാത്ത ഒരു ചെറിയ ഒരു നിമിഷത്തെ ഒരു ഇതിലാണ് പലപ്പോഴും നമ്മൾ വീഴുന്നത്. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലേക്ക് ഫാളറസ്റ്റ് നന്നായിട്ട് രക്ഷിക്കുന്നുണ്ട്. വെറുതെ ഒരു സാധനം ഉണ്ടെങ്കിൽ ഫാളറസ്റ്റിന്റെ ഒരു പോരായ്മയും കൂടി ഉണ്ട്. ഫാളറസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം നമുക്ക് മുകളിൽ കയറുമ്പോൾ ഈസി തന്നെ, പക്ഷെ താഴേക്ക് ഇറങ്ങാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് 6 ആക്കി ഇറക്കിയത്. അതാണ് നമ്മുടെ 6 ആക്കി. അത് പിന്നെ വിശദമായിട്ടുള്ള വേറൊരു വീഡിയോ തന്നെ ഉണ്ട്. അതുകൊണ്ട് 6 ആക്കി ഇപ്പൊ ഫാളറസ്റ്റ് കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കാത്തതിന്റെ കാരണം എന്താ വെച്ചാൽ താഴേക്ക് ഇറങ്ങിയാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഈ ഒരു കാര്യത്തിന് നമുക്കിത് മുറുകന്നല്ലേ വേണ്ടത്. അത് എത്രത്തോളം അതിന് ലോഡ് കൊടുക്കുന്ന അത്രത്തോളം മുറുകയും. അപ്പൊ ഇങ്ങനത്തെ കാര്യത്തിൽ ഫാളറസ്റ്റ് അടിപൊളിയാണ്. മുരളേട്ടൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് സേഫ്റ്റി ഫസ്റ്റ്, സേഫ്റ്റിക്ക് വേണ്ടിട്ട് ഫാളറസ്റ്റ് ഉപയോഗിക്കുന്നത്. സേഫ്റ്റി തന്നെയാണ് പ്രധാനം. അപ്പൊ ഇത്രയും സാധനങ്ങൾ ഫാളറസ്റ്റിന്റെ അതുപോലെ കപ്പി, എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു കപ്പിയും കൂടി ഇടാൻ തോന്നുന്നു. ഡബിൾ ആക്കാം. അപ്പൊ ഇതേപോലെ തന്നെ ഒരു മുണി വരും. ഇതിപ്പോ ഇത്രയും കാണിക്കുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ കുറെ ആൾക്കാർ ഞങ്ങളോട് പുള്ളി കൊണ്ടുപോയിട്ട് ഇത് എങ്ങനെ ഇടുകയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറെ ആൾക്കാർക്ക് മനസ്സിലാവാത്ത ആൾക്കാർക്ക് ഇന്നത്തെ വീഡിയോ നന്നായിട്ട് ഉപകാരപ്രദമായിരിക്കും എന്ന് വിശ്വസിക്കാം. തീർച്ചയായിട്ടും. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ പുള്ളികൾ എങ്ങനെയൊക്കെയാണ് പ്രോപ്പറായിട്ട് ഉപയോഗിക്കേണ്ടത്. അപ്പൊ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ വിളിച്ചോളും. അപ്പൊ ഞങ്ങൾ അതിന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും. അടുത്തൊരു വിശദമായിട്ടുള്ള വീഡിയോ ആയിട്ട് WPC അഡ്വഞ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ട് വീണ്ടും വരും. ഓക്കെ, താങ്ക് യു.